ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമക്കുഞ്ഞ് ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങ്. സത്യാമ്മയും രാഘവൻ സാറിനൊക്കെ ഒന്ന് കാണാലോ. എന്നെ കണ്ടാ സത്യമ്മ ബഹളം വെക്കും. മനസ്സാകെ ചത്തിരിക്കുക പൊന്നു ചേച്ചി. ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല. മരിക്കാൻ നോക്കിയിട്ട് അതിനുള്ള ധൈര്യവുമില്ല. കുട്ടികൾക്ക് എടുത്തു വെച്ച ചോറ അതിവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിനി എപ്പ ഈ ചോറും കൊണ്ട് എത്താനാ? കടയിലാണെങ്കി ഇപ്പൊ ഊണ് കഴിക്കാനുള്ള തിരക്ക. നിന്നെ കൊണ്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാ ഇവളൊന്നും സഹായിക്കുവോ? അതുമില്ല. എന്നും ഇങ്ങനെ സങ്കടവും ദുഃഖം കാണിച്ചുകൊണ്ടിരുന്നാ മതി. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അടക്കി പിടിച്ച് നടക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഉറക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? മറ്റുള്ളവരെ കൂടി അറിയിച്ച് എന്തിനാ അവരുടെ സ്വസ്ഥത കൂടി നശിപ്പിക്കുന്നത്? ഇവളങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എന്റെ ശാരിയും ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഇളയ മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിന്റെ അനുഭവ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ. ശാന്തേ, ഞാൻ ഈ ചോറ് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. പിള്ളേര് ചോറ് ബാഗിൽ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. പാവം പിള്ളേര് എങ്ങനെ വിശപ്പ് സഹിച്ച് ക്ലാസ്സിലിരിക്കും? പൊന്നി, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ പൊന്നി, ഇതെന്താ പതിവില്ലാതെ? എല്ലാരെയും ഒന്ന് കാണാന്ന് കരുതി വന്നതാ. ആ, ശ്യാമ അകത്തുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സ്കൂള് വരെ പോണം. അവർക്ക് ഉച്ചക്കത്തെ ചോറ് ബാഗിൽ വെക്കാൻ മറന്നു. ഞാനെന്നാ ആ ഓട്ടോയിൽ പോയിട്ട് വരാം. പൊന്നി അകത്തേക്ക് ചെല്ല്, ശ്യാമ അവിടെ ഉണ്ട്. ശാന്തേ, ശരി. ഒന്ന് സ്കൂള് വരെ പോയിട്ട് വരാം. ഇതെന്താ ഇപ്പൊ ചോറ് കൊണ്ടുപോകുന്നത്? സമയം ഒരുപാട് വൈകിയല്ലോ. ശ്യാമക്കുഞ്ഞ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ചോറെടുത്ത് വെച്ചു, കുട്ടികളുടെ ബാഗിലേക്ക് വെച്ചില്ല. ശാരദാമ്മ കുറച്ചു മുമ്പാ ചോറ്റുപാത്രം കണ്ടത്. ശ്യാമക്കുഞ്ഞിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ പൊന്നി ഇതെല്ലാം വരുത്തി വെക്കുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം ശാരദാമ്മനെ നോക്കണ്ടേ. ശ്യാമക്കുഞ്ഞിന് ഇതെന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ നിൽക്കുമ്പോ. പപ്പിമോളുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാ നോക്കിയിരുന്നേ. ഞാനൊന്നും അറിയേ വേണ്ട. ഞാൻ എന്തു പറയാനാ? മുറി അടച്ചിരുന്ന് എപ്പോഴും കരച്ചില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങി വരികയോ മറ്റുള്ളവരോടൊന്ന് സഹകരിക്കുകയോ ഇപ്പൊ ഒന്നും ശ്യാമകൊച്ച ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഉള്ളിലുള്ള സങ്കടമൊക്കെ മാറുന്നേ? ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂട്ടിയാ സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ. സത്യയുടെ ബാഗിൽ ചോറുണ്ടായിരുന്നോ? ഇല്ല. പപ്പിയുടെ ബാഗിലോ? ഇല്ല. അപ്പ ശ്യാമാന്റെ ചോറും വെച്ചിട്ടില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും സത്യ? എന്ത് ചെയ്യാനാ? വിശപ്പ് സഹിച്ചിരിക്കുക. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോ, കഷ്ടമല്ലോ ദൈവമേ. എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? ഞാനായിട്ട് തന്നെയാണല്ലോ ദൈവമേ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറ് പാത്രം പോലും ബാഗി വെക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവർക്കും മുന്നിൽ ഞാനിപ്പോ ഒരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ? അറിയില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ.
പൊന്നി ചേച്ചി, പൊന്നി ചേച്ചി. എന്താ കുഞ്ഞ്? എനിക്കറിയില്ല പൊന്നി ചേച്ചി, പക്ഷെ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. കുട്ടിയുടെ ഭക്ഷണകാര്യങ്ങളൊക്കെ കുഞ്ഞ് മറക്കാത്തതാണല്ലോ. എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഉറപ്പിക്കാനായി ഒന്നുകൂടെ ബാഗ് തുറന്ന് നോക്കിയിട്ടേ കുട്ടിയെ പറഞ്ഞു വിടാറുള്ളൂ. ആ കുഞ്ഞിന് ഇതെന്ത് പറ്റി? പൊന്നി ചേച്ചി, കുട്ടികൾക്ക് രണ്ടുപേർക്ക് ചോറ് ഞാനാ എടുത്ത്. പക്ഷെ ഞാനത് ബാഗിലേക്ക് എടുത്തു വെച്ചില്ല. അതിനു മുൻപ് എന്റെ ഓർമ്മ എവിടെയോ പോയി. കുട്ടികളപ്പോ ഇത്രയും നേരം വിശന്നിരിക്കണ്ടേന്ന് ഓർത്താവും ശാരദാമ്മ വഴക്കു പറഞ്ഞത്. അത് കാര്യമാക്കണ്ട, അമ്മമാരല്ലേ, വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് കരുതിയാ മതി. അല്ല, പൊന്നി ചേച്ചി എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? സത്യാമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടകളിൽ കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകും. കടകളിൽ നിന്നൊക്കെ ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്. അവിടെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓർഡർ കിട്ടിയാ ഇന്ന് കൊടുക്കുന്നതിന്റെ ഒപ്പം കൊടുക്കാലോ. ഇവിടെ എത്തിയപ്പോഴാ ഓർത്തെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന്. അപ്പൊ പിന്നെ എല്ലാരെയും ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ശ്യാമക്കുഞ്ഞ് ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങ്. സത്യാമ്മയും രാഘവൻ സാറിനൊക്കെ ഒന്ന് കാണാലോ. എന്നെ കണ്ട സത്യമ്മ ബഹളം വെക്കും. മനസ്സാകെ ചത്തിരിക്കുക പൊന്നി ചേച്ചി. ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല. മരിക്കാൻ നോക്കിയിട്ട് അതിനുള്ള ധൈര്യവും ഇല്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാ ഈ ജീവിക്കുന്നതെന്ന്. രോഹിത് സാറുമായിട്ടുള്ള പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കാതിരുന്ന വെറുതെ എന്തിനാ മനസ്സിലിങ്ങനെ വഴക്കം വെച്ചോണ്ട് മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ വഴക്ക് അങ്ങനെയൊന്നും തീരില്ല പൊന്നു ചേച്ചി. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കാറേയില്ല. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാ. അത് പക്ഷെ ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പരിഹരിക്കാവുന്നതുമല്ല. വഴക്കും ബഹളവും ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവാൻ നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് പോവാൻ സമയമായി. പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി വഴക്കിന്. പൊന്നു ചേച്ചി, എല്ലാം ശരിയാകുന്നേ. ശരിയാകാതെ എവിടെ പോവാനാ?